സ്തോത്രയാഗം അങ്ങേക്കർപ്പിക്കുന്നേ, എൻ പ്രാർത്ഥന സ്വർഗം കൈക്കൊള്ളണേ. ആശ്വാസകാലങ്ങൾ നോക്കി പാർത്തൻ യേശുവേ നിന്നെ ഞാൻ കുമ്പിടുന്നേ. ആശ്വാസകാലങ്ങൾ നോക്കി പാർത്തൻ യേശുവേ നിന്നെ ഞാൻ കുമ്പിടുന്നേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 56 സങ്കീർത്തനം അതിൻ്റെ 11 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗം നമുക്ക് നോക്കാം. ദൈവമക്കളെ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. എവിടെയും ദൈവമക്കളല്ലേ പ്രയാസം അനുഭവിക്കുന്നത്, ഞെരുക്കം അനുഭവിക്കുന്നത്, പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നത്. എന്നാലും ദൈവമക്കളുടെ ഭാഗത്ത് ആമേ സ്തോത്രം, ആ പക്ഷത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം കൂടെ ഇല്ലേ? ആമേ ഹല്ലേലൂയ സ്തോത്രം. ലജ്ജിച്ചു പോകാതെ ദൈവം നമ്മളെ കാക്കുന്നില്ലേ? വീണു പോകാതെ നമ്മളെ ദൈവം കാത്തു പരിപാലിക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴും ദൈവമക്കളെ, കർത്താവിന് വേണ്ടിയിട്ടാണ് നിന്ന വഹിക്കുന്നതെങ്കിൽ തളരേണ്ട കാര്യമില്ലല്ലോ. ക്രൂശിൽ ഇതെല്ലാം ജയിച്ചവനല്ലേ നമ്മുടെ കർത്താവ്. ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ഉറപ്പാ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ആമേ സ്തോത്രം. പിന്നെ ഭയപ്പെടാൻ എന്തിരിക്കുന്നു? ഭയപ്പെടണ്ട എന്ന് പറയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ആരെ ഓർത്താണ് ഭയപ്പെട്ടിരിക്കുന്നത്? എന്തിനെ ഓർത്താണ് ഭയപ്പെട്ടിരിക്കുന്നത്? ദൈവമക്കളെ, ഇന്ന് കണ്ട് നാളെ പാടുന്ന പൂക്കളാ മനുഷ്യ ജീവിതം. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടണ്ട. ഇവിടെ പറയുന്നു, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? മേലിൽ നിന്ന് അവൻ അനുവദിച്ചിട്ടില്ലെങ്കിൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ ആവില്ലെന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതെ, മേലിൽ നിന്ന് ദൈവം അനുവദിച്ചിട്ടില്ല എങ്കിൽ ആർക്കും എന്നോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ആ ഒരു ഉറപ്പ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ. ഓ ദൈവത്തിന് സ്തോത്രം. അടുത്ത വചനം നമ്മളെ കേൾപ്പിക്കുന്നു, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിനക്കുള്ള നേർച്ചകൾക്ക് ഞാനാ കടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ വിശ്വാസമാണ്. അമേ സ്തോത്രം. ഞാനാണ് ദൈവമായിട്ടൊരു ഉടമ്പടി വെച്ചിരിക്കുന്നത്. ഞാനാണ് സൗഖ്യം പ്രാപിച്ചത്, ഞാനാണ് വിടുതൽ പ്രാപിച്ചത്, ഞാനാണ് ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്തിയത്. ഹല്ലേലൂയ സ്തോത്രം. എന്നോടാണ് ദൈവം കരുണ കാണിച്ചത്. ദൈവത്തിൻ്റെ കരുണ ഞാൻ പ്രാപിച്ചില്ലായിരുന്നുവെങ്കിൽ ഇനി ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ യഹോവൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. ഇത്രയും മഹാവ്യാധി കടന്നു വന്നപ്പോൾ എൻ്റെ കർത്താവിനിക്ക് സൗഖ്യം തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സൗഖ്യവും സമാധാനവും പ്രാപിച്ച നമ്മൾ കർത്താവിനോട് നന്ദിയും കടപ്പാടും ഉള്ളവരായി തീരണ്ടേ. നന്ദി നിറഞ്ഞൊരു ഹൃദയം മാത്രം മതി ദൈവമക്കളെ. ദൈവം തന്ന കൃപയൊന്നോർത്താൽ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തോട് ആ നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് എന്നെയാണ് വീണ്ടെടുത്തത്, എൻ്റെ കർത്താവ് എനിക്കാണ് സൗഖ്യം തന്നത്, എൻ്റെ കർത്താവ് എനിക്കാണ് സമാധാനം തന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും എൻ്റെ നന്ദി നിറഞ്ഞൊരു മനസ്സ് എപ്പോഴും കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ആരും നമ്മളോട് പറയണ്ട, പ്രാർത്ഥിക്ക്, ഒന്ന് പാടി സാക്ഷ്യം പറ, ആരാധനയ്ക്ക് പോകും, അല്ലെ കർത്താവിനെ വിളിച്ച പക്ഷേ ആരും പറയണ്ട. ദൈവമക്കളെ, സൗഖ്യം പ്രാപിച്ചവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കർത്താവിനെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വചനത്തെ നമ്മളെ കേൾപ്പിക്കുന്നത്, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. സ്തോത്രയാഗം അല്ലാതെ ഇനി എന്താ ദൈവമക്കളെ കർത്താവിന് വേണ്ടി അർപ്പിക്കാനുള്ളത്? ആമേ സ്തോത്രം. തിരുവചനം നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ വായി സ്തോത്രം പറയും. എന്തുകൊണ്ട്? ഈ തിരുവചനം കർത്താവിൻ്റെ അല്ലേ, വചനം ദൈവമല്ലേ. ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ ഇരിക്കുന്നിടം മറന്ന് ദൈവത്തെ ആരാധിച്ചു.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അത് നമ്മൾ അറിഞ്ഞില്ലേ? പിന്നെ ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, അവിടുന്ന് നൽകിയ എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സകല മഹത്വം പുകഴ്ചയും പിതാവേ അങ്ങെടുക്കണമേ. കർത്താവേ, മരണക്കിടക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച എൻ്റെ പൊന്നു തമ്പുരാനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നന്ദിയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയൊക്കെ നടുവിലൂടെ എൻ്റെ കർത്താവെ കൈമിടുക്കോടെ ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, സൗഖ്യം പ്രാപിച്ച മക്കള്, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച മക്കള്, കർത്താവെ, ഇരട്ടി പങ്ക് കൃപയോടെ ദൈവത്തെ ആരാധിപ്പാൻ നന്ദി നിറഞ്ഞൊരു ഹൃദയം കർത്താവ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച മക്കൾ കർത്താവിന് വേണ്ടി നല്ല സാക്ഷികളായി തീരുവാൻ ഇടയാക്കണമേ. സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.